തൊഴിൽ വേതനവും തൊഴിൽ ദിനങ്ങളും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇടുക്കി ജില്ലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. പ്രതികൂല കാലാവസ്ഥയിൽ കാർഷിക വിളകളുടെ ഉൽപാദനം കുറഞ്ഞത് ഇടുക്കി ഹൈറേഞ്ചിലെ കർഷകർക്ക് തിരിച്ചടിയായിരുന്നു. ഇതോടെയാണ് ആവശ്യവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത്. തൊഴിലുറപ്പ് വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ 200 ആക്കണമെന്നുള്ള ആവശ്യമാണ് തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചതിനെ തുടർന്ന് ആവശ്യ വസ്തുക്കൾ വാങ്ങാൻ ഗത്യന്തരമില്ലാത്ത സാഹചര്യമാണ് തൊഴിലാളികൾ നേരിടുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഏലം കൃഷി നശിക്കുകയും ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ജോലികൾ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. ഇതോടെയാണ് തൊഴിലുറപ്പ് ദിനങ്ങളും വേതനവും വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. കാർഷിക ക്ഷീര മേഖലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതികളുടെ പ്രയോജനം പൂർണ്ണമായി എത്തിക്കണമെന്നതുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. ഈ തൊഴിലുറപ്പ് തൊഴിലിന് 600 രൂപ കൂലിയാക്കണമെന്നും 200 പ്രവൃത്തി ദിനങ്ങൾ നൽകണമെന്നുമാണ് സർക്കാരിനോട് ആവശ്യപ്പെടുവാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിന് ശേഷം തൊഴിലുറപ്പിൻ്റെ കൂലി ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ അടുത്ത വർഷം പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കാർഷിക മേഖലയിലേക്കും ക്ഷീര മേഖലയിലേക്കും ആ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. 2024 ക്രിസ്മസിന് ശേഷം തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള സമയത്ത് ചെയ്ത തൊഴിലിന്റെ വേതനം 10 ദിവസത്തിനുള്ളിൽ ലഭിച്ചിരുന്നതാണ്. വിഷയത്തിൽ അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും കാർഷിക മേഖലയായ ഇടുക്കിയിൽ അടുത്ത വർഷത്തെ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ കാർഷിക ജോലികൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നതുമാണ് തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ തട്ടേക്കാടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഇവിടുത്തെ ബോട്ട് സവാരിയാണ്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ഉള്ള ബോട്ടിംഗ് പുനരാരംഭിച്ചു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതവും അനുബന്ധ മേഖലകളും. കാടിനെയും കാട്ടാറിനെയും തൊട്ടറിഞ്ഞ് പെരിയാറിലൂടെ വനം വകുപ്പ് നടത്തുന്ന ബോട്ട് യാത്ര തേക്കടിയിലെ ബോട്ട് യാത്രയോട് കിടപിടിക്കുന്നതാണ്. തട്ടേക്കാട് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസഫ് പറഞ്ഞു. കുറേ കാലം വൈകിയതിന് ശേഷമാണ് ഈ സീസണിലെ ബോട്ടിംഗ് ആരംഭിച്ചത്. നമ്മുടെ പെരിയാറിലെ ജലനിരപ്പിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. മറ്റ് ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാലതാമസമെല്ലാം വന്നു. എന്തായാലും നമ്മൾ ഇപ്പോൾ ഊർജിതമായിട്ട് ബോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 2 ബോട്ടുകളാണുള്ളത്. 20 കപ്പാസിറ്റിയിലും അതുപോലെ തന്നെ 6 കപ്പാസിറ്റിയിലും ഉള്ള 2 ബോട്ടുകൾ നമ്മൾ ട്രിപ്പ് ചെയ്യുന്നുണ്ട്. അത് രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ് അതിൻ്റെ സഞ്ചാര സമയം എന്ന് പറയുന്നത്. ഒരാൾക്ക് 150 രൂപ പ്രവേശന ഫീസിന് പുറമെ 150 രൂപയാണ് 1 മണിക്കൂർ നേരത്തേക്ക് ബോട്ടിങ്ങിനുള്ളത്. പെരിയാറിൻ്റെ വിശാലമായ ഈ ജലാശയം നമ്മൾ കണ്ട് ആസ്വദിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ബോട്ടിംഗ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാത്രിയുടെ വന്യത ആസ്വദിച്ച് വനത്തിനുള്ളിൽ താമസിക്കാൻ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള വാച്ച് ടവറും ട്രീ ഹൗസും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. വനത്തിനുള്ളിൽ പക്ഷി നിരീക്ഷണം നടത്താനുള്ള സൗകര്യം വിദേശികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 എറണാകുളം.